ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നിരിക്കണേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. എന്ന് വെച്ചാൽ ഇപ്പം മിക്കയിടത്തും ഉണ്ടാകുന്ന ഒരു കാര്യമാണിത്. ഇപ്പോഴത്തെ ഈ ടീനേജ് ചിൽഡ്രൻ മേ ബി അറൗണ്ട് ടീനേജ് എന്ന് പറഞ്ഞാൽ 15 കഴിഞ്ഞിപ്പോൾ എല്ലാവരും ടീനേജ് തന്നെയാണ്. സോ ഈ കാലഘട്ടത്തിൽ ഒരു 18-19 ഇയേഴ്സൊക്കെ വരെ കുട്ടികൾക്ക് അത്രയ്ക്കൊന്നുമുള്ളൊരു അറിവ് ഒന്നും വന്നിട്ടില്ല. അറിവുണ്ടെന്ന് അവർ പറയുന്നു, ബട്ട് അവർക്ക് ആ മെച്യൂരിറ്റി ഇല്ല. കാരണം ഇപ്പോൾ തന്നെ എൻ്റെ ഒരു അടുത്ത ഫാമിലി ഫ്രണ്ടാണ്. അവരുടെ മോള് 19 ഇയേഴ്സേ ഉള്ളൂ. BCom ഫസ്റ്റ് ഇയർ പഠിക്കണം. അമ്മ അച്ഛനും എന്തോ കാര്യത്തിന് വേണ്ടി എവിടെയോ പോയി 2 വീക്സ് ഇല്ല, ആങ്ങളെയും അവളും കൂടി താമസിക്കാം. അപ്പോൾ എന്ത് പറ്റി, ഈ പെൺകുട്ടി ഒരു പയ്യനുമായിട്ട് ഇഷ്ടമാണ്. എങ്ങനെ അറിയുന്നത്? ഇവർ ഇവർ വരുന്നതിൻ്റെ ഒരു 4 ദിവസം മുന്നേ അവൾക്ക് ഇഷ്ടമുള്ള പയ്യൻ്റെ കൂടെ വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ ബ്രദർ കോളേജിൽ പോയിട്ട് 12th പഠിക്കുന്ന പയ്യൻ വന്നിട്ട് നോക്കിയിട്ട് പെങ്ങൾ പോയി. എന്നെ നെയ്ബേഴ്സ് പറഞ്ഞു അവൾ 2:33 o'clock വീടൊക്കെ പൂട്ടി പോയി എന്ന് പറഞ്ഞു. അപ്പം അവന് അമ്മയ്ക്ക് വിളിച്ച് അവന് ഓക്കെ വിചാരിച്ചു, അവൾ എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി വരില്ല. അപ്പം ബട്ട് രാത്രിയായിട്ട് വന്നില്ല. പിന്നെ പയ്യനെ ടോട്ടലി ടെൻഷനായി. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറയണ അവർക്കും എവിടെ പോയി എന്നൊന്നും അറിയില്ല. അപ്പോൾ അവരൊക്കെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയായിരിക്കും നോക്കി. അപ്പോൾ പയ്യന് വെയിറ്റ് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ നോക്കിയിട്ടും വന്നിട്ടില്ല. അപ്പം ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. എന്ന പോലെയൊക്കെയാണ്. അപ്പോൾ പോലീസ് അവളുടെ ഫോൺ കൂടി ഓഫ് ചെയ്ത് വീട്ടിൽ വെച്ചിട്ട് പോയി. ഫോൺ അവർ ട്രാക്ക് ചെയ്തു. അപ്പോൾ ഒരു പയ്യനുമായിട്ട് അവളെ ഇഷ്ടമാണ്. അപ്പോൾ ഇതേയുള്ള കോഡ്സാണ് ചെയ്തിരിക്കണേ. എന്നിട്ട് അമ്മയ്ക്കും അച്ഛനും ഒരു ഐഡിയയുമില്ല. അമ്മ അച്ഛനും ഓടി അവിടുന്ന് ചാടി വീട്ടിൽ അവിടുന്ന് വന്ന് നോക്കി ഇല്ല. പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പറഞ്ഞു ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ 8 days കഴിഞ്ഞിട്ട് ഇവൾ വിളിച്ച് പറയാണ്, ഞാൻ മുംബൈയിൽ താമസിക്കുന്ന കുട്ടി, ഞാൻ രാജസ്ഥാനിലാണ്, എനിക്ക് സ്നേഹിച്ച പയ്യൻ്റെ കൂടെ ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടാണ് വന്നത്. 19 years ഷീസ് 18 കംപ്ലീറ്റ് ആണ്. ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ബട്ട് എനിക്ക് ഇവിടുത്തെ ഒരു എന്താ പറയണേ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുന്നില്ല, എന്തോ എനിക്ക് സുഖം തോന്നുന്നില്ല, നിങ്ങൾ എനിക്ക് വന്ന് കൂട്ടിക്കൊണ്ട് പോകും, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. ഇങ്ങനെ എത്രയൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കണേ, സമൂഹത്തിൽ നടക്കണേ. അപ്പം ഇതിൻ്റെ കാര്യം എന്താണ്? പേരൻസ് ഞാൻ പറയില്ല നല്ലതായിട്ട് അവർക്ക് പരിപരിച്ച് കൊടുത്തില്ല, അല്ലെങ്കിൽ നല്ലതായിട്ട് അവരെ റേസ് ചെയ്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു മെൻ്റൽ അതില്ല. അത് കാരണം നമ്മളുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കണം. അഥവാ ആ കുട്ടികൾ ആരെങ്കിലുമായിട്ട് ലവ് ആണെങ്കിൽ നമ്മൾ അവരോട് പറയണം, നിങ്ങൾക്ക് ആരുമായിട്ടാണെങ്കിലും എന്തെങ്കിലും ലവ് അങ്ങനെയുള്ള അഫേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയണം, ഞങ്ങൾ നിങ്ങൾക്ക് നടത്തിത്തരും. അങ്ങനെ ഒരു കോൺഫിഡൻസ്, ഒരു ഫ്രണ്ട്ലി ഒരു റിലേഷൻ നമ്മുടെ കുട്ടികളുമായിട്ട് വെച്ചാൽ അവരെങ്ങനെ നമ്മളെ കാണാതെ ഓടിപ്പോവുക, അങ്ങനെ ചാടിപ്പോവുക ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതെല്ലാ ഫാമിലിയിലും ഉണ്ടാകും, എല്ലാ സമൂഹത്തിലും ഉണ്ടാകും. അപ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ അവരെ വളർത്തണം. അപ്പോൾ നമുക്ക് പിന്നെ അതിനുവേണ്ടി സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ആരുടെ വീട്ടിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ശരി, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.